എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. Huawei Nova 7i അൺബോക്സ് ചെയ്തപ്പോൾ കൂടുതൽ ആൾക്കാർ ചോദിച്ചതാണ് Huawei Nova 7i ആണോ നല്ലത് അതോ Huawei Nova 5T ആണോ നല്ലത് എന്ന്. Huawei Nova 5T ലാസ്റ്റ് ഇയർ നവംബറിൽ ഇറങ്ങിയ മോഡലാണെങ്കിൽ Huawei Nova 7i വരുന്നത് 2020 മോഡലാണ്. പിന്നെ ഈ ഫോണുകൾ തമ്മിലുള്ള പ്രൈസും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് ഈ രണ്ട് ഫോണുകൾ തമ്മിൽ ഏതാണ് ബെറ്റർ ഫോൺ എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഫോണുകൾ തമ്മിലുള്ള ഒരു വെയിറ്റ് നോക്കാം. Huawei Nova 7i വരുന്നത് 183 ഗ്രാമാണ്. Huawei Nova 5T വരുന്നത് 174 ഗ്രാമുമാണ്. അപ്പം രണ്ട് ഫോണുകളും തമ്മിലുള്ള വെയിറ്റിൽ കുറച്ച് കൂടുതലുള്ളത് Huawei Nova 7iലാണ്. ഇനി രണ്ട് ഫോണുകളുടെയും ബാക്കിൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ Nova 7iൽ വരുന്നത് ഒരു ഗ്ലാസ് പോലെയാണ് നമുക്ക് തോന്നിക്കുമെങ്കിലും അതിൽ വരുന്നത് പോളി കാർബൺ പ്ലാസ്റ്റിക് ബോഡി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ബാക്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. iPhone 11 സീരീസിലൊക്കെ ഉള്ള അതേ ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ബാക്കിൽ ക്യാമറയുടെ ഒരു സെറ്റപ്പ് വരുന്നത്. ഇനി Huawei Nova 5Tയിൽ വരുന്ന ബാക്കിലെ ഡിസൈൻ ഒരു ഗ്ലാസ് തന്നെയാണ് വരുന്നത്. ലൈറ്റൊക്കെ തട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ ലൈറ്റൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതിലും ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇനി ഈ രണ്ട് ഫോണുകളുടെയും വലതുഭാഗത്തായിട്ടാണ് വോളിയം ആൻഡ് പവർ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. ഈ പവർ ബട്ടൻ്റെ മേലെ തന്നെയാണ് ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. ഇനി രണ്ട് ഫോണിൻ്റെയും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ വരുന്നത്. Nova 7iൽ നമുക്ക് ഒരേ സമയത്ത് രണ്ട് സിം കാർഡോ അല്ലെങ്കിൽ ഒരേ സമയത്ത് ഒരു സിം കാർഡോ ഒരു നാനോ മെമ്മറി കാർഡോ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ Nova 5Tയിൽ നമുക്ക് ഒരേ സമയത്ത് രണ്ട് സിം കാർഡ് മാത്രമേ ഇട്ട് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. മെമ്മറി കാർഡ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഈ രണ്ട് ഫോണിൻ്റെ താഴ്ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത ഒരു മൈക്രോഫോണും പിന്നെ ഒരു Type-C ചാർജിങ് പോർട്ടാണ് വരുന്നത്. എന്നാൽ Nova 7iൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. എന്നാൽ Nova 5Tയിൽ അത് കൊടുത്തിട്ടില്ല. അതിന് ബദലായിട്ട് നമുക്ക് Type-C ചാർജിങ് പോർട്ടിൽ തന്നെയാണ് നമ്മൾ ഇയർഫോൺ കണക്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ടത്. ഇനി രണ്ട് ഫോണിൻ്റെയും മുകൾ ഭാഗത്തായ ഒരു സെക്കൻഡറി മൈക്രോഫോണും Huawei Nova 5Tയിൽ ഒരു ലൈറ്റ് സെൻസറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ Huawei Nova 7iൽ നമുക്ക് 3.5mm ജാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മെമ്മറി കാർഡ് എക്സ്പെൻഡ് ചെയ്യാനും സാധിക്കും. എന്നാൽ Huawei Nova 5Tയിൽ ഇതൊന്നും വരുന്നില്ല. ഇനി നമുക്ക് രണ്ട് ഫോണുകളുടെ ഡിസ്പ്ലേ കുറിച്ച് നോക്കാം. Huawei Nova 7iൽ വരുന്നത് 6.4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2310x1080p ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ വരുന്നത്. 398 ppi ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റി വരുന്നത്. ഇനി Huawei Nova 5Tയിൽ വരുന്ന ഡിസ്പ്ലേ 6.26 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ്. 2340x1080p ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ വരുന്നത്. 412 ppi ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റി. അപ്പോൾ Huawei Nova 5Tയും Huawei Nova 7iയും തമ്മിലുള്ള ഡിസ്പ്ലേ കമ്പയർ ചെയ്ത സമയത്ത് കുറച്ചും കൂടെ വലിയ സ്ക്രീനായിട്ട് വരുന്നത് Huawei Nova 7i ആണ്. അതുപോലെ തന്നെ നമുക്ക് ബസലൊക്കെ കുറച്ചും കൂടെ കാണാൻ സാധിക്കുന്നത് Huawei Nova 7iൽ തന്നെയാണ്. ഇനി രണ്ട് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡിസ്പ്ലേൻ്റെ കോർണറിലായിട്ടാണ് പഞ്ച് ഹോളായിട്ട് ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് IPS LCD ഡിസ്പ്ലേ തന്നെയാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ റെസൊല്യൂഷൻ വരുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇനി രണ്ട് ഫോണുകളുടെയും ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണിലും മെയിൻ ക്യാമറ ആയിട്ട് കൊടുത്തിട്ടുള്ളത് 48 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയാണ്. അടുത്ത ക്യാമറ ആയിട്ട് Nova 7iൽ കൊടുത്തിട്ടുള്ളത് 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. എന്നാൽ Nova 5Tയിലാണെങ്കിൽ വരുന്നത് 16 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. ഇനി രണ്ട് ഫോണിലെ ലാസ്റ്റ് രണ്ട് ക്യാമറ വരുന്നത് 2 മെഗാപിക്സൽ വീതമുള്ള ക്യാമറ ആണ്. രണ്ട് ക്യാമറ വരുന്നത് മാക്രോ ക്യാമറയും അതുപോലെ തന്നെ ഡെപ്ത് സെൻസറുമാണ്. ബാക്ക് സൈഡിലെ ക്യാമറകൾ നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഒരു 16 മെഗാപിക്സലും ഒരു 8 മെഗാപിക്സലും തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ക്യാമറയിൽ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. അതുപോലെ രണ്ട് ഫോണുകളുടെയും ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ Huawei Nova 7iൽ വരുന്നത് 16 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറ ആണ്. എന്നാൽ Huawei Nova 5Tയിൽ വരുന്നത് 32 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയുമാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ തമ്മിൽ നല്ലൊരു വ്യത്യാസം തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെടുക്കുന്ന ഫോട്ടോസിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ രണ്ട് ഫോണുകൾ എടുത്തിട്ടുള്ള നോർമൽ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ കുറച്ചും ബ്രൈറ്റ് ആയി തോന്നുന്നത് Huawei Nova 7iലാണ്. ക്യാമറയിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ്. പിന്നെ Huawei Nova 7iൽ നമുക്ക് 6x വരെ സൂം ചെയ്യാം. എന്നാൽ Huawei Nova 5Tയിൽ 10x വരെ നമുക്ക് സൂം ചെയ്യാം. അപ്പോൾ കൂടുതൽ സൂം വരുന്നത് Huawei Nova 5Tയിലാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് ഫോണുകളുടെയും സെൽഫി ക്യാമറയിൽ എടുത്ത ഫോട്ടോസിൻ്റെ ഒരു വ്യത്യാസം. നല്ല ഷാർപ്പായിട്ട് തോന്നിക്കുന്നത് Huawei Nova 5Tയിൽ തന്നെയാണ്. കാരണം Huawei Nova 5Tയിൽ 32 മെഗാപിക്സൽ ക്യാമറ ആണ്. Huawei Nova 7iൽ വരുന്നത് 16 മെഗാപിക്സൽ ക്യാമറ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളുടെയും വീഡിയോ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ Huawei Nova 7iൽ വരുന്നത് 1080pയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. എന്നാൽ Huawei Nova 5Tയിലാണെങ്കിൽ നമുക്ക് 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയും 1080ൽ 30 ഫ്രെയിം പെർ സെക്കൻഡും 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോ എടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോൻ്റെ റെസൊല്യൂഷൻ കൂടുതലായിട്ട് വരുന്നത് Huawei Nova 5Tയിലാണ്. 4K വരെയുള്ള വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇനി ഈ രണ്ട് ഫോണുകളുടെയും ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ ഒരേ റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. 1080pയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ്. ഇനി നമുക്ക് Huawei Nova 7iൽ നൈറ്റ് മോഡിൽ നമുക്ക് സെൽഫി ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. എന്നാൽ Huawei Nova 5Tയിൽ നൈറ്റ് മോഡിൽ സെൽഫീൻ്റെ ഓപ്ഷൻ വരുന്നില്ല.
നൈറ്റ് മോഡിൻ്റെ ഒരു ഓപ്ഷൻ സെൽഫിയിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഫോട്ടോ എടുക്കാം. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ആയിട്ട് ബെറ്റർ ആയിട്ട് ഫോട്ടോ എടുക്കാൻ നൈറ്റിൽ പറ്റുന്നത് നമുക്ക് Huawei Nova 7iലാണ്. എന്നാൽ റിയർ ക്യാമറയിൽ നമുക്ക് 2 ഫോണിലും ഒരേപോലെ തന്നെ നൈറ്റ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് 2 ഫോണുകളുടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 10.0യും അതുപോലെ തന്നെ EMUI 10ഉമാണ് വരുന്നത്. ഇനി 2 ഫോണുകളുടെയും ഒരു പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ് Huawei Nova 5Tയിൽ കൊടുത്തിട്ടുള്ളത്. ഇത് സിലിക്കോൺ കിരൺ 980ൻ്റെ ഒരു പ്രൊസസ്സറാണ് വരുന്നത്. പ്രൊസസ്സർ മുമ്പ് വന്നിട്ടുള്ളത് Huawei Mate 30 Proയിലും അതുപോലെ തന്നെ Huawei Mate 20യിലൊക്കെയാണ്. എന്നാൽ Huawei Nova 7iൽ വരുന്നത് ഈ സിലിക്കോൺ കിരൺ 810 ആണ്. അപ്പോൾ ഈ 2 ഫോണുകളുടെയും പ്രൊസസ്സർ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിഫറൻറ്റ് തന്നെ വരുന്നുണ്ട് പ്രൊസസ്സർ തമ്മിൽ. ഇനി 2 ഫോണിലെയും GPU വരുന്നത് Huawei Nova 7iൽ വരുന്നത് Mali G52 MP6 ആണെങ്കിൽ Nova 5Tയിൽ വരുന്നത് Mali G76 MP10 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഗ്രാഫിക്സ് ഉള്ള ഗെയിംസൊക്കെ കളിക്കാൻ സാധിക്കുന്നത് Huawei Nova 5Tയിലാണ്. എന്നാലും Huawei Nova 7iൽ നമുക്ക് കളിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് Huawei Nova 7iൽ ഗൂഗിളിൻ്റെ ഒരു സർവീസ് ലഭിക്കുന്നില്ല. എന്നാലും Huawei Nova 5Tയിൽ നമുക്ക് ഗൂഗിളിൻ്റെ സർവീസ് ലഭിക്കുന്നതാണ്. Huawei Nova 7iൽ ഈ ഗൂഗിളിൻ്റെ സർവീസ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ ഒന്നും ഇതിൽ ലഭിക്കുന്നില്ല. നമുക്കിതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ പ്ലേ സ്റ്റോർ അതുപോലെ തന്നെ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് Huawei Nova 7iൽ തന്നെ Huaweiൻ്റെ ആപ്പ് ഗാലറി കൊടുത്തിട്ടുണ്ട്. ആപ്പ് ഗാലറിയിൽ നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. Huawei Nova 7iൽ നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഐ ബട്ടണിൽ ഉണ്ടാവും. വേറെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു Huawei Nova 5Tയിൽ ഇനി അങ്ങോട്ട് നമുക്ക് ഗൂഗിളിലെ സർവീസ് ലഭിക്കുകയോ ഇല്ലെന്ന്. അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത് ഗൂഗിളിലെ സർവീസ് Nova 5Tയിൽ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ലഭിക്കുന്നതാണ്. അതിന് യാതൊരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ Huawei Nova 7i വരുന്നത് ഒരു മിഡിൽ റേഞ്ച് ഫോണായിട്ടും Huawei Nova 5T വരുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടുമാണ് ഉള്ളത്. ഇനി 2 ഫോണുകളുടെയും റാം ആൻഡ് സ്റ്റോറേജ് നോക്കാം. 8GB റാമും 128GB സ്റ്റോറേജുമാണ് 2 ഫോണിലും വരുന്നത്. എന്നാൽ Huawei Nova 7iൽ നമുക്ക് എക്സ്ട്രാ മെമ്മറി കാർഡ് ഇട്ടിട്ട് അപ് ടു 256GB വരെ എക്സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ Nova 5Tയിൽ നമുക്കത് ഓപ്ഷൻ വരുന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇനി Huawei Nova 7iൽ 4200 mAhൻ്റെ ഒരു ബാറ്ററിയാണ് കൊടുത്തത്. അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. 40 വാട്ടിൻ്റെ 70% ചാർജ് ആവാൻ വേണ്ടത് വെറും 30 മിനിറ്റ് മാത്രമാണ്. എന്നാൽ Huawei Nova 5Tയിൽ വരുന്നത് 3750 mAhൻ്റെ ഒരു ബാറ്ററിയാണ്. 22.5 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു 50% ചാർജ് ആവാൻ വേണ്ട ടൈം 24 മിനിറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് വരുന്നത് Huawei Nova 7iലാണ്. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ ഒരു സ്പീഡും കൂടുതലായിട്ട് വരുന്നത് Huawei Nova 7iൽ തന്നെയാണ്. ഇനി ഈ 2 ഫോണുകളുടെയും സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫേസ് ലോക്കുമാണ്. രണ്ടും തന്നെ ഒരേ സ്പീഡിൽ തന്നെ അതിന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസ് നോക്കാം. Huawei Nova 7iക്ക് വരുന്ന പ്രൈസ് UAEയിൽ 1049 dirhams ആണെങ്കിൽ Huawei Nova 5T ഇറങ്ങിയ സമയത്ത് 1599 dirhams ആണ്. ഇപ്പോൾ വരുന്ന പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 1299 dirhams മാത്രമാണ്. പിന്നെ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഇതിന് ഇന്ത്യയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് Huawei Nova 7iക്ക് വരുന്നത് 21,000 മുതൽ 25,000 രൂപേൻ്റെ ഇടയിലാണ് വരുന്നത്. എന്നാൽ Huawei Nova 5Tക്ക് നമ്മൾ ഇന്ത്യയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 27,000 മുതൽ 29,000 രൂപ വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് Huawei Nova 5T എടുക്കണോ Huawei Nova 7i എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ക്യാമറയിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊസസ്സറിലൊരു മാറ്റം വരുന്നുണ്ട്. പിന്നെ വരുന്നത് ബാറ്ററീൻ്റെ ഒരു സ്പീഡും കപ്പാസിറ്റി തമ്മിലൊരു വ്യത്യാസം വരുന്നുണ്ട്. അതുകൂടാതെ ഡിസ്പ്ലേൻ്റെ ഒരു സൈസിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ Huawei Nova 5Tയും Huawei Nova 7iയും തമ്മിലുള്ളൊരു കമ്പാരിസൺ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ അൺലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നത്, അതിൻ്റെ ഒരു കുറവുകളൊക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.